ഹലോ, ഇത് ഞങ്ങൾ മെയ് 1-ന് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം മെയ് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ് ജൂലൈ ആയല്ലേ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും അമ്മയും ഹരിയും പിന്നെ മേമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വണ്ടിയിൽ കയറിയ പാടത്ത് നല്ല പോലെ ഉറങ്ങി, അതുകൊണ്ട് അധികം വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പോകുന്ന വഴിക്ക് വേറെ നമ്മൾ ആലപ്പുഴ എത്തിയ ഒരു സിഗ്നലാണ് തോന്നുന്നു, അത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആ സ്ഥലമൊന്നും എനിക്ക് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് നമ്മളെ അഴിമുഖം എന്നല്ലേ പറയുക, കായലും അതുപോലെ കടലും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം എന്താ, ഞങ്ങൾ കുറേ നോക്കിയിട്ട് എന്താണെന്ന് പറയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പോൾ ആദ്യം തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി വയ്ക്കുമ്പോൾ നല്ല തിരക്ക്. അവിടെയാണെങ്കിൽ ബുഫേ സിസ്റ്റം ആണ്, പിന്നെ ഇരിക്കാൻ സീറ്റൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു സിമ്പിളായിട്ട് ദോശയും കടലക്കറിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കുറേ കാഴ്ചയൊക്കെ കണ്ടു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു അവിടെയൊക്കെ കാണാൻ ഞങ്ങൾ. അങ്ങനെ അതെ, ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ. ഈ ഒരു സ്ഥലത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാനെന്നല്ല ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്തൊക്കെയാണ് അവിടെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഫസ്റ്റ് ടൈം തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, ഫസ്റ്റ് ടൈം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നുമല്ലോ അവിടെ എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ അതെ, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യം തന്നെ പോയത് വഴിപാട് കൗണ്ടറിലേക്കാണ് കേട്ടോ. മെയ് 1-ന് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ വരിയൊക്കെ കിട്ടി സെറ്റായി. ഞങ്ങൾ നേരെ, ഞാനല്ല അമ്മയായിരുന്നു ക്യൂ നിന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി നേരെ അമ്മ വഴിപാടൊക്കെ ചെയ്തതല്ല, ലിസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളിതേ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയാം. എന്ത് തണുപ്പായിരുന്നു അറിയാം അതിൻ്റെ ഉള്ളിലൊക്കെ. ഫുള്ള് കാടായതുകൊണ്ടായിരിക്കും, ഫുൾ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എന്താ പറയുക, മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഭയങ്കര സ്ഥലം തന്നെയാണ്. നമുക്ക് ഭയങ്കര സൈലൻ്റ് ആയ, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒച്ചയോ ബഹളമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തോടെ പ്രാർത്ഥിക്കാനും കുറച്ച് നേരം നിൽക്കാനൊക്കെ പറ്റി. അവിടെ ചോറൂണുണ്ടായിരുന്നു, പിന്നെ നാവൂറ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അവിടെ. നിലമൊക്കെ ചവിട്ടിയപ്പോൾ തന്നെ. പിന്നെ ഫുള്ള് ഈ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇത് തന്നെയായിരുന്നു നമ്മുടെ അമ്പലത്തിൻ്റെ സ്ഥലങ്ങളും ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഫുള്ള് കാടൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. വെയിൽ ചെറിയ സ്ഥലത്തൊക്കെ വെയിലുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര തണുപ്പും കാലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ തൊഴുതു. എവിടേക്കാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കുറേ സ്ഥലത്ത് ഞങ്ങൾ തൊഴുതിട്ടുണ്ട്. പിന്നെ കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതൊരു ഭയങ്കര തിരക്കും എന്ന് വെച്ചാൽ എടുക്കാൻ പറ്റിയില്ല, അതാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടു. ഇത് എന്ത് സ്ഥലം പേരൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. പക്ഷെ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ ഭയങ്കര സമാധാനവും എന്താ പറയുക, ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പിള്ളേരെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പ്രധാന വഴിപാട് പറയുന്നത് ഈ സന്താന സൗഭാഗ്യത്തിന്, അതായത് ഉരുളിക്കമഴ്ത്തലാണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടുണ്ട്, ചോറൂണിനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ ഞങ്ങളതേ അടുത്തത് കുറേ സ്ഥലത്ത് ഇങ്ങനെ അവിടുത്തെ അമ്മേനെ കാണാൻ പോവുകയാണേ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിൽ എന്നല്ലേ പറയുക, കേരളത്തിൽ ഏക ഒരു സ്ത്രീ പൂജ ചെയ്യുന്ന ഒരേ ഒരു അമ്പലം ഈ ഒരു അമ്പലമാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അമ്മേനെ നമ്മൾ കാണാൻ പോവുകയാണ്, അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനും ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അവിടെ ഇച്ചിരി വെയിലുണ്ടായിരുന്നു നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ തൊഴുതു. ആരൊക്കെ നമുക്കറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മറന്നുപോയി. ഞാൻ അന്നെടുത്ത് വെച്ച വീഡിയോ ആയിരുന്നല്ലോ, അപ്പം മറന്നു പോയിട്ടുണ്ട് കേട്ടോ എവിടേക്കാണ് തൊഴുതതെന്നൊക്കെ. അപ്പം ഞങ്ങളിത് അമ്മയും മേമയും ഞാനും ഹരിയൊക്കെ ഇങ്ങനെ തൊഴുതുണ്ട്. ഇപ്പം കുറേ സ്ഥലത്ത് ഹരി കയറിയില്ല കേട്ടോ, തിരക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളതിൻ്റെ ഉള്ളിലൂടെ കുത്തി കയറിയൊക്കെ പോയി തൊഴുതൊക്കെ വന്നു. പിന്നെയാണ് നമ്മൾ അമ്മയുടെ അടുത്ത് പോയിട്ട്, ആ സമയത്ത് ഹരി ഇതേ ഫോണും കൊണ്ട് പോയിട്ടുണ്ട്, ഞങ്ങളെ അവിടെ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് വഴിയൊക്കെ നിന്ന് കുറച്ച് നേരമൊക്കെ അമ്മേനെ കണ്ടു, തൊഴുതു, അനുഗ്രഹം വാങ്ങിച്ചു. പക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ട് ഭയങ്കര സന്തോഷമുണ്ട് അതിനൊക്കെ കാണുമ്പോഴേ. കാരണം ഒരുപാട് ദൂരത്തുനിന്ന് തമിഴ്നാട്, കർണാടക അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അങ്ങനെ അതെ ഒരുവിധം അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് മുത്തപ്പൻ കാവാണോ എന്തോ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് മുത്തപ്പൻ്റെ ഒരു പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ തൊഴുതു. പിന്നെ പോയത് കുറച്ചപ്പുറത്തേക്ക് ഭദ്രകാളിയാണോ
അങ്ങനെ എന്തൊരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, അവിടെ ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് തണുത്തിട്ടും അതുപോലെ കാലിലൊക്കെ എന്താ പറയുക ഭയങ്കര സുഖമായിരുന്നു കേട്ടോ നടക്കാനൊക്കെ. തിരക്ക് ഉണ്ടെങ്കിൽ കൂടി നമ്മളത് അറിയുന്നുണ്ടായില്ല, കാരണം ഭയങ്കര തണുപ്പും ഒരു സമാധാനവും ഭയങ്കര സൈലൻ്റൊക്കെ ആയിരുന്നു. പിന്നെ ഫുള്ള് വള്ളിപ്പടർപ്പുകളായിരുന്നു കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ പറയാൻ തോന്നണേ, കാരണം കാടിൻ്റെ ഉള്ളിലാണ് അമ്പലം ഉള്ളത് തോന്നുന്നു. ഫുള്ള് കാട്, പിന്നെ സർപ്പനാഗത്തിൻ്റെ ആണല്ലോ, അപ്പം പിന്നെ എന്തായാലും കാടും ഇതുപോലെ വള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അതെ വലിയ വലിയ മരങ്ങളും വള്ളികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും മുറിച്ച് മാറ്റിയിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ശാസ്താവാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടേക്കും തൊഴുതു, അവിടെയൊക്കെ തന്നെ നല്ല രസമായിരുന്നു അത് കാണാൻ, നല്ല രസമായിരുന്നു. ഒരു വൈബ് പിടിച്ച് നമുക്കിങ്ങനെ പോകാൻ പറ്റും. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, കുറേ സംസാരിച്ചും മെല്ലെ കേട്ടോ സംസാരിക്കുന്നതൊക്കെ, മെല്ലെ സംസാരിച്ച്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ, കാരണം അവിടെ മരം വീണിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പൊട്ടിച്ച് കളഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഭദ്രകാളിയാണെന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ആമക്കുളം ഉണ്ടായിരുന്നു കേട്ടോ, ആമ ഉണ്ടായിരുന്നു, കുറേ ആമക്കുഞ്ഞന്മാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനെയൊക്കെ കണ്ടു. ഇത് കണ്ടോ പോണെന്ന് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വെള്ളം കുറച്ച് കേടായി തോന്നുന്നു, കേടായതാണോ ഇനി അവർക്ക് പായസമാണ് തോന്നുന്നു ഭക്ഷിക്കാൻ ഫുഡ് കൊടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണോ അറിയില്ല, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തൊടും. ഞാനിതേ തിരഞ്ഞു നോക്കട്ടെ, അമ്മ എവിടെയാണ്, മേമ്മ എവിടെയൊക്കെ തിരഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. കാരണം നല്ല രസമായിരുന്നു അവിടെ കാണാൻ, ആ ഒരു ക്ലൈമറ്റ്, ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിത് അവിടെ ആമക്കുളത്തിൽ ആമേനെയും കുറേ പട്ടികളെയൊക്കെ നോക്കിയിരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ട്, അതിൻ്റെ ഇടയ്ക്ക് മേമയ്ക്ക് വഴിപാട് കഴിച്ചതിന് പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി സമയം 11:30 ആയിട്ടുള്ളെങ്കിൽ കൂടിയും ഞങ്ങൾ പിന്നെ കഴിക്കാനായിട്ടോ പോയത്. അവിടെ അന്നദാനത്തിൻ്റെ കൗണ്ടർ കണ്ടിട്ടുണ്ടായിരുന്നു, വന്നപ്പോഴേ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ തന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും മേമയും. ഹരീനെ പിന്നെ കിട്ടിയിട്ടില്ല, ഞാൻ പോയിട്ട് വണ്ടിയിലിരിക്കാമെന്ന് പറഞ്ഞ് പോയി. ഞങ്ങളിത് ക്യൂ നിന്നിട്ടോ, ഒരു 10 മിനിറ്റ് ക്യൂ നിന്നുള്ളൂ. നമുക്കൊരു റെസിപ്റ്റ് തരും കേട്ടോ അവിടുന്ന്, കൗണ്ടറിൻ്റെ ക്യൂ നിൽക്കാനുള്ള. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ കയറി. 10 മിനിറ്റ് ആയപ്പോഴും ഫുഡ് കിട്ടി, സാമ്പാറും അച്ചാറും ഒരു ഉള്ളീൻ്റെ ഒരു ചമ്മന്തി പോലെ. അപ്പോൾ അതും കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ഞങ്ങളിതേ വണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹരി ഇതേ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ഫോണില്ലാന്നാണ് വിചാരിച്ചത്, പിന്നെ അമ്മേൻ്റെ ഫോൺ അവിടെ ഉണ്ട്, അപ്പോൾ ആളെ വിളിച്ച് ഞങ്ങൾ വരാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ. അവിടെ കുറേ കച്ചവട കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചുറ്റിക്കറങ്ങി കണ്ട് ഞങ്ങൾ നേരെ വിട്ട്. പിന്നെ ഓർത്തു എന്തായാലും ഇവിടെ വരെ എത്തി, ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കായിട്ട് ടൂറോ ട്രിപ്പോ ആയിട്ടൊന്നും അങ്ങനെയൊന്നും ഫാമിലി ആയിട്ടൊന്നും വരാൻ നിൽക്കില്ല. പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ വരുന്നും നടക്കില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് എവിടേക്ക് പോവാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പാലസ് ഉണ്ടായിരുന്നു കേട്ടോ, കൃഷ്ണപുരം പാലസാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അവിടേക്ക് പോവാണ്. അവിടെ പോയ സമയത്ത് മെയ് 1-ാം തീയതി ചെറിയൊരു അബദ്ധം പറ്റി. 1-ാം തീയതിയാണ്, എല്ലാവർക്കും ലീവാണ്, ഇത് ഓപ്പൺ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷെ കുറച്ച് നേരമൊക്കെ നിന്നു. 1 മണിക്ക് അവിടെ അടയ്ക്കും, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രമൊക്കെ കണ്ടു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ ഈ അടുത്താണ് വായിച്ചറിഞ്ഞത് കേട്ടോ ഈ ക്ഷേത്രത്തെ പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതോടെ കണ്ടപ്പോൾ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത്, ശരിക്കും വണ്ടിയിൽ നിന്ന് തന്നെ ആട്ടോ, ഇറങ്ങാനൊന്നും നമ്മൾ പോയില്ല, കാരണം നമുക്ക് സമയമില്ല. നമ്മൾ ആദ്യം പിന്നെ പോയത് ഫുഡ് കഴിക്കാൻ, കാരണം അവിടെ ഓപ്പൺ ആയില്ലല്ലോ, 2 മണിക്ക് ഇനി തിരിച്ച് ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവർ ബിരിയാണിയും ഇതൊക്കെ കഴിച്ചു. ഞാനിതേ ചെമ്മീൻ്റെ റോസ്റ്റാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ചെമ്മീൻ്റെ റോസ്റ്റിന് വില കുറവാകും, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് കഴിച്ചു തുടങ്ങിയത്. പക്ഷേ അത്രയും ഇഷ്ടപ്പെട്ടില്ല, സെറ്റായില്ല. എന്നാലും കുഴപ്പമില്ല, അതിൽ ഇത് കഴിച്ച് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതൊക്കെ കഴിച്ചത് ഞങ്ങൾ തിരിച്ചിറങ്ങി നേരെ അങ്ങോട്ട് തന്നെ കേട്ടോ, നമ്മൾ പാലസിലേക്ക് തന്നെയാണ് പോണത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്പലത്തിൽ ഒരു കുളത്തിൽ കണ്ടു കൃഷ്ണൻ്റെ പ്രതിമ, അതൊക്കെ കണ്ട് ഞങ്ങളിതേ പാലസിലെത്തി. ഒരു 1-1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ, കാരണം അത് തുറക്കുമല്ലോ, ഇപ്പോൾ തുറക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ കല്യാണത്തിൻ്റെ പാർട്ടിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ അത് തുറന്നില്ല. അന്ന് ലീവായത് കൊണ്ടാണോ എന്നറിയില്ല, ആ പാലസ് തുറന്നുണ്ടായില്ല കേട്ടോ. അങ്ങനെ പുറത്തുനിന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിത് തിരിച്ചിറങ്ങുക കേട്ടോ. അല്ലാതെ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇപ്പോൾ തുറക്കും എന്ന് പറഞ്ഞ് ഞങ്ങളും ആ കല്യാണ പാർട്ടിയൊക്കെ അവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും കാണാൻ പറ്റിയില്ല, പുറമേ ഉള്ള വ്യൂ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ അതെ അവിടെ നിന്ന് കാണാൻ പറ്റിയതിൻ്റെ സങ്കടത്തിൽ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി.
അത് ഇറങ്ങിയിട്ട് ഞാൻ ഡ്രസ്സ് തന്നെ വണ്ടിയിൽ നിന്ന് അങ്ങ് മാറ്റി കേട്ടോ. ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ വാഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാമെന്നുള്ള പ്ലാനായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് തന്നെ സാരിയൊക്കെ മാറ്റി നേരെ ജീൻസൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സമാധാനം. ആ സാരിയൊക്കെ ചുറ്റിക്കയറി നടക്കണ്ടേ, അത് കഴിച്ചപ്പോൾ തന്നെ സമാധാനമായി കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ എറണാകുളം വിട്ടു. എറണാകുളത്ത് പോയപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്തു നമുക്ക് ലുലു മാളൊക്കെ ഇറങ്ങിയിട്ട് പോകാമെന്ന്. പക്ഷേ അതിനിടയ്ക്ക് ഞാനൊന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. നല്ല ഉറക്കം ഉറങ്ങി കഴിഞ്ഞ് എണീറ്റത് ഇവിടെ നിന്നാട്ടോ. ഇത് ഇവിടെ നമ്മൾ ആ അഴിമുഖമാണ് തോന്നുന്നു, രണ്ടും കൂടി നിൽക്കുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് എറണാകുളത്ത് എത്തിയപ്പോൾ ഉള്ള അവസ്ഥയാണ്, എറണാകുളം എത്താറായപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. ഫുള്ള് ബ്ലോക്കായിരുന്നു. അതറിയാമല്ലോ, ബ്ലോക്ക് വന്നാൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റും എറണാകുളമാണെന്ന്. അങ്ങനെ അതെ, ആ ബ്ലോക്കൊക്കെ താണ്ടി ഞങ്ങൾ വിചാരിച്ച് ലുലു മാളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് പോവുകയാണ്. പക്ഷേ അവിടെ ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നേരെ വിട്ടു. നമുക്ക് എന്നാൽ തിരിച്ച് പോവാം എന്ന് പറഞ്ഞിട്ട് വിട്ടു. അവനെന്തായാലും വന്നു. ഇനി അമ്മയ്ക്ക് കിട്ടോ, നമുക്കല്ല, അമ്മയ്ക്ക് നമ്മുടെ ഇൻഫോ പാർക്കും അവിടെയൊക്കെ പരിസരമൊക്കെ കാണിക്കാമെന്ന് ഓർത്ത് നമ്മളിത് നേരെ ഇൻഫോ പാർക്കിലേക്ക് വിട്ടു കേട്ടോ. ഫേസ് 1 കാണിച്ചു. ഫേസ് 2 ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, ID കാർഡ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതാണ് ഫേസ് 1. ഫേസ് 2 കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെയൊക്കെ കണ്ട് ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ കോർത്ത് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ കണ്ടപ്പോൾ. ഒരുപാട് നാടുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് അമ്മയ്ക്ക് അവിടെയൊക്കെ സ്ഥലമൊക്കെ സെറ്റ് പറഞ്ഞൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ വിട്ടു പുട്ടോപ്പിയ. അവിടെ അടുത്ത് തന്നെയുള്ള പുട്ടോപ്പിയിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വിചാരിച്ചത് പുട്ടിൻ്റെ എന്തെങ്കിലും വെറൈറ്റി കഴിക്കാം, പുട്ടും ബീഫും എന്താണ് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടെ മുഞ്ചി, കാരണം പുട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ ഓർത്ത് വേറെ എന്ത് കഴിക്കാമെന്ന് ഓർത്തപ്പം എന്നാൽ പിന്നെ ഞാൻ നൂലപ്പവും കഴിച്ചു. അമ്മയ്ക്ക് എന്താ കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ നൂലപ്പവും അതേപോലെ നമ്മുടെ പെപ്പർ ചിക്കനാണ് തോന്നുന്നു, അതൊക്കെ കഴിച്ച് നല്ലപോലെ കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇതേപോലെ തന്നെ പറഞ്ഞു, കുറേ കഥകൾ പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ഇവിടുന്ന് കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്. പിന്നെ നമുക്കിനി ഒന്നുമില്ല, ലുലു മാളിൽ പോകാമെന്നുള്ള പ്ലാൻ ഫ്ലോപ്പായി. അതുപോലെ തന്നെ നമ്മുടെ കുമാരപുരം പാലസിൽ പോകാനുള്ള ഫ്ലോപ്പായി. അങ്ങനെ ഇത് വീണ്ടും നമ്മുടെ പഴയ ഓർമ്മകൾ പുട്ടോപ്പിയിൽ പോയി പുതുക്കി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോഴും നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം 8-9 മണിയായി തോന്നുന്നു സമയത്ത്. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് മേമേനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. ഇതൊരുപാട് നാളെ ഞാൻ എടുത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.